ജയന്ത് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയന്ത്, താങ്കൾ ഈ 87-ലുണ്ടായ ആ സംഭവം അടക്കം പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചതാണ്. എന്തായിരുന്നു അവസ്ഥ എന്നത് നമുക്കറിയാം. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ വൈകിയെങ്കിലും നീതി ലഭിക്കുന്നുവെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഈ DGPയുടെ നേതൃത്വത്തിൽ, പ്രണബ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിശ്ചയിക്കുമ്പോൾ ഈ 87-ലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഡേറ്റകളും വിവരങ്ങളും അടക്കം പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാൻ തയ്യാറാകുമോ? അങ്ങനെ ഒരുപക്ഷെ ഒരു പരാതികളുടെ കൂമ്പാരം തന്നെ ഈ സമിതിക്ക് മുന്നിലേക്ക് എത്തുവാനുള്ള സാധ്യതയാണോ കാണുന്നത്? ആദ്യമായിട്ട് ന്യൂസ് 18 മീഡിയ, അതേപോലെ കേരളത്തെ ഇന്ന് വന്ന എല്ലാ മീഡിയക്കാർക്കും നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യത്തെ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ സാർ പറഞ്ഞ പോലെ 100% 87-ലല്ല 76-ൽ തുടങ്ങിയിട്ടുള്ള കേസുകൾ എല്ലാം റീഓപ്പൺ ആവും. നമുക്ക് വേണ്ട നല്ലൊരു IPS ഓഫീസറായിരുന്നു നമ്മുടെ വക്കീലും അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രണബ് മുഖർജി എന്ന് പറഞ്ഞ് പുള്ളീനെ തന്നെ നിയമിക്കണം പറഞ്ഞ് പുള്ളീന്റെ കാര്യത്തിൽ തന്നെ 4 IPS ആദ്യം അനുച്ഛേദം പറഞ്ഞ അതും പുള്ളിക്കാരത്തെ അവരും 2012 അവിടെ ജോലി ചെയ്തി. അപ്പൊ അവർക്ക് നല്ല പരിചയമുണ്ട് ഈ ധർമ്മസ്ഥലത്തെ പ്രശ്നത്തിൽ. ASP ആയിട്ട് ജോലി ചെയ്ത പുള്ളിയായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ടീമാ റെഡി ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എത്ര മഹേഷ് തിമറോഡിയാനുണ്ട്, ഗിരീഷനുണ്ട്, ഇവരെല്ലാം ഓരാട്ടം നമ്മളെല്ലാവരുടെയും പങ്കിലായിട്ട് ആ 2012 തുടങ്ങിയിട്ട് ഇന്ന് വരെ നടന്നതിന് നല്ലൊരു ജയം കിട്ടിയെന്ന് തന്നെ പറയാം. റൈറ്റ്. അവിടെ ജയന്ത്, എനിക്കുണ്ടാകുന്ന ഒരു സംശയം, ഈ നമുക്കിപ്പോൾ ആരാണ് കുറ്റക്കാരെന്നോ പ്രതികളെന്നോ പറയാൻ സാധിക്കില്ല. അത് പറയേണ്ടതും കണ്ടെത്തേണ്ടതും അന്വേഷണ സംഘമാണ്. അതുവരെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇതിനു മുമ്പ് നിരവധിയായ പരാതികൾ ഉയർന്നിരുന്നു. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത, അനീഷ് എന്ന ഒരു മകൻ, അച്ഛൻ മരണപ്പെട്ടതിനെ കുറിച്ചാണ്. അതായത് ജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ 20 കോടിയോളം മൂല്യം വരുന്ന ഭൂമി തട്ടിയെടുക്കുന്നു. അവിടെ ആ അച്ഛന്റെ മരണം, ജോയി മരിച്ചതിന് കണ്ടുനിന്ന ദൃക്സാക്ഷിയുണ്ട്. പക്ഷേ ആ വാഹനത്തിന് നമ്പറില്ല, ഡേറ്റയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ പരാതിക്കും ഓരോ ന്യായങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അപ്പോൾ അത്രയും സ്വാധീനമുള്ളവരാണിത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ പ്രണബ് മുഖർജിയെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള ഒരു സമിതിയെ നിയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാകും കാര്യങ്ങളെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, 100% ഈ അനീഷ് എന്ന് പറഞ്ഞ എന്റെ വലിയ സുഹൃത്താ ഈ പുള്ളി. ഞങ്ങൾ അന്ന് ഈ സംഭവം ആയപ്പോഴെല്ലാം പോയിക്കൊണ്ട് അന്നാലും ഇവരുടെ ഓപ്പോസിറ്റ് ആർക്കും കാര്യം പറയാൻ പറ്റിയതായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞു കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ കൊല ചെയ്യുമായിരുന്നു ഇവര്. 100% ഇതിന് എല്ലാത്തിനും ന്യായം കിട്ടും. അതുമല്ല, ഇവര് 1-2 അല്ല, എത്രയോ 1000 ഏക്കറുകൾ സ്ഥലം പിടിച്ചിട്ടേക്കുന്ന ഈ കർണാടക രാജ്യത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും ഇതൊരു എൻഡ് വരുമെന്ന് നമുക്ക് നല്ല ധൈര്യമായിട്ട് ഇനി മുമ്പിലോട്ട് പോവാം. ഇതിനകത്ത് സൗജന്യപര പോരാട്ടം നമ്മുടെ ഒരു വലിയ ടീം ഉണ്ടായിരുന്നു കർണാടക രാജ്യത്ത്. അവരെല്ലാരും ഇന്നിപ്പം ഭയങ്കര ഖുഷിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി ചെയ്യും രൂപീകരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല. എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടീമായത്, ചെറുത് ടീമല്ല. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ശ്രീ ജയന്ത്, എന്റെ സംശയം, സ്വാഭാവികമായും അവർക്ക് ഈ ഇരകളുടെ കുടുംബങ്ങളെ ഒക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരായിരിക്കുമല്ലോ മറുഭാഗത്തുള്ളവർ. ഇനിയാണെങ്കിൽ പോലും ഈ മരിച്ചവരിൽ പലരും കർണാടകത്തിൽ തന്നെ ഉള്ളവരാണ്. ആ പ്രദേശവാസികളായിട്ടുള്ളവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇവർക്കൊന്നും വഴങ്ങാതെ സധൈര്യം മുന്നോട്ട് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ സാർ, അതുകൊണ്ടല്ല ഇത്ര ഞങ്ങൾ ഹാപ്പിയുള്ളത്. പറഞ്ഞെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം, വക്കീലിൻ ടീം പറഞ്ഞല്ലോ ഇങ്ങനത്തെ ആൾക്കാർ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ആ ടീം തന്നെ ആക്കിയിട്ട് മുഖ്യമന്ത്രി ആക്കിയേക്കുന്നത്. ആ ടീമിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് മതി, നമുക്ക് അത് തന്നെ വേണ്ടായിരുന്നു. അത് തന്നെ കിട്ടി നമുക്ക്. ശരി. ഇപ്പൊ